ആദരാഞ്ജലി അർപ്പിച്ച ശേഷം മന്ത്രി പി രാജീവ് സംസാരിക്കുന്നു. അതിലേക്ക് രാജ്യം ഒറ്റക്കെട്ടായി ഭീകരതയ്ക്കെതിരെ നിലകൊള്ളേണ്ട ഒരു സന്ദർഭമാണ്. എല്ലാ ചിന്തകൾക്കും അതീതമായി ഓരോ ഇന്ത്യക്കാരും ഒരേ മനസ്സോടുകൂടി ഭീകരതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കണം. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. സംഭവം നടന്ന അന്ന് ഉച്ചയോടുകൂടി തന്നെ ദുബായിലുള്ള ഇവരുടെ ബന്ധുവാണ് ആദ്യമായി എന്നെ വിളിച്ച് കാര്യം പറയുന്നതിന് വെടിയേറ്റതായി വാർത്തയുണ്ട്. അപ്പോൾ തന്നെ ഭരണ സംവിധാനം ബന്ധപ്പെട്ടിരുന്നു, അവർക്ക് ഉൾപ്പെടെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവരുടെ കുടുംബവുമായി അവിടെ വെച്ച് സംസാരിച്ചിരുന്നു. മകൻ വരുന്നതിന് മുമ്പ് അവരുമായി സംസാരിച്ചിരുന്നു. വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പങ്കുവച്ചത്. അങ്ങേയറ്റം ദുഃഖകരമാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അതിശക്തമായ നിലപാട് രാജ്യം സ്വീകരിക്കേണ്ടതുണ്ട്. കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ ശക്തമായി മുഖം നോക്കാതെ കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട്. കാശ്മീരി ജനതയുടെ സ്നേഹാദരവ് അല്ലെങ്കിൽ അവരുടെ മാനവിക നിലപാട്, അതാണ് ഇവിടെ രാമേന്ദ്രൻ്റെ മകൾ പറഞ്ഞത്. അവിടെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞ ഗൈഡിൻ്റെ അനുഭവമെല്ലാം കാശ്മീരി ജനതയുടെ മാനവികതയും ഇന്ത്യക്കാരെന്നുള്ള നിലപാടുമാണ് വ്യക്തമാക്കുന്നത്. ഭീകരതയ്ക്കെതിരെ ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജ്യം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ രാമചന്ദ്രൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അങ്ങേയറ്റം ദുഃഖം രേഖപ്പെടുത്തുന്നു, അനുശോചനം രേഖപ്പെടുത്തുന്നു.